നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിൽ, അതായത് വ്യക്തിഗത വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നതാണ്. ശരിയാണ്. നമ്മുടെ വരുമാനം, വിജയം, ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായി എത്രത്തോളം വളരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്. അത് ശരിക്കും ഒരു പുതിയ കാഴ്ചപ്പാടാണ്. തീർച്ചയായും. ജോലിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ തന്നെ ശ്രദ്ധിക്കണമെന്നല്ലേ? അതെ അതെ, സ്വയം മെച്ചപ്പെടുത്തുന്നതില്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിജയത്തിന് പിന്നാലെ നമ്മളിങ്ങനെ ഓടുന്നൊരു രീതിയുണ്ടല്ലോ. ഉണ്ട്. അതിനു പകരം നമ്മൾ വളരുമ്പോൾ വിജയം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് കൊള്ളാം. പുറകെ ഓടുകയല്ല, നമ്മളിലേക്ക് വരും. അതെ, അതായത് ശ്രദ്ധ പുറമേ നിന്ന് ഉള്ളിലേക്ക് വരണം. പിന്നെ യഥാർത്ഥ സന്തോഷം എന്തെങ്കിലും കിട്ടുന്നതിലല്ല, മറിച്ച് നമ്മൾ ആരായി തീരുന്നു എന്നതിലാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലുമുണ്ട്. ശരിയാണ്. അപ്പൊ ഈ ഒരു മാറ്റം എങ്ങനെ കൊണ്ടുവരാം? അതിന് ചില സ്റ്റെപ്സ് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. വ്യക്തമായ 3 പടികളാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, കാര്യങ്ങൾ എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കുക, കണ്ടെത്തുക. ഓക്കേ. പലപ്പോഴും തടസ്സം പണമില്ലായ്മയല്ല, മറിച്ച് നല്ല ആശയങ്ങളില്ലാത്തതാണ് എന്നും പറയുന്നു. ഐഡിയാസിന്റെ കുറവ്. അതെ, ഇത് ശരിക്കും നിരന്തരമായ പഠനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. വിജയം വേണമെങ്കിൽ വിജയത്തെക്കുറിച്ച് പഠിക്കണം. സിമ്പിളായിട്ട് പഠിക്കുക. ഇതിനൊരു പ്രാക്ടിക്കൽ ടിപ്പുമുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ജേണലിൽ കുറിച്ചു വെക്കണം. വെറുതെ ഓർമ്മയെ വിശ്വസിക്കരുത്. അതെ, ഓർമ്മ ചിലപ്പോ ചതിക്കും. ആ ജേണൽ ഇടയ്ക്കിടെ എടുത്ത് വായിക്കണം. റിപ്പീറ്റേഷൻ. യെസ്, ആവർത്തനം. അത് ആശയങ്ങൾ ഉള്ളിൽ ഉറയ്ക്കാൻ സഹായിക്കും. ശരി. അപ്പൊ ഈ ആശയങ്ങൾ എങ്ങനെ കിട്ടും? അതിനും വഴികൾ പറയുന്നുണ്ട്. ഒരു 3 ഉണ്ട്. വായിക്കുക, കേൾക്കുക, നിരീക്ഷിക്കുക. വായനയെപ്പറ്റി പറയുമ്പോ വിജയിച്ച ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കാൻ പറയുന്നു. ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും. അതെ, അതൊരു നല്ല ശീലമാണ്. പിന്നെ കേൾക്കുക എന്നത്, വിജയിച്ച ആളുകളെ ശ്രദ്ധിച്ചു കേൾക്കാൻ. അവരുമായി സംസാരിക്കാൻ, അല്ലേ? സംസാരിക്കാൻ, ഒരുപക്ഷെ അവരെ ഒരു ഡിന്നറിന് ക്ഷണിക്കാൻ വരെ പറയുന്നുണ്ട്, അവരുടെ അനുഭവം കേൾക്കാൻ. ഓക്കേ. 3 നിരീക്ഷിക്കുക. അതെ, ഇവിടെയാണ് കാഴ്ചയും ഉൾക്കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. സൈറ്റും ഇൻസൈറ്റും. അതൊന്ന് വിശദമാക്കാമോ? അതായത്, വെറുതെ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം മനസ്സുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക. അതാണ് ഇൻസൈറ്റ്. മനസ്സിലായി. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാര്യങ്ങൾ കാണുക മാത്രമല്ല, അതിന്റെ അർത്ഥം ഗ്രഹിക്കുക. അറിഞ്ഞാൽ പോരല്ലോ. പോരാ, പ്രവർത്തിക്കണം. ജോലിയിലേക്ക് കടക്കുക എന്ന് തന്നെ പറയുന്നുണ്ട്. ആക്ഷൻ എടുക്കണം. അതെ, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സ്വയം ഒരു ഒരു ആവേശം കണ്ടെത്തണം. അച്ചടക്കം വേണം. ഡിസിപ്ലിൻ. അത് ചെറുതിൽ നിന്ന് തുടങ്ങാൻ പറയുന്നു. ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിച്ചു വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മസിൽ ഉണ്ടാക്കിയെടുക്കണം. സ്വയം പ്രചോദിപ്പിക്കണം. മറ്റൊരാൾ വന്ന് തള്ളാൻ കാത്തിരിക്കരുത്. കൃത്യമായി, അതാണ് പോയിന്റ്. സ്വയം തുടങ്ങുക. അപ്പൊ ഈ പഠനവും പ്രവൃത്തിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടല്ലേ? തീർച്ചയായും. അറിവ് മാത്രം പോരാ, പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയിലൂടെയാണ് സമ്പത്ത് വരുന്നത്. സമ്പത്ത്. ഇവിടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല കേട്ടോ. ഈ ഉറവിടം പറയുന്നത് പണമെന്നത് ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള സമ്പത്തുകളിൽ ഒന്ന് മാത്രമാണെന്നാണ്. അതെ, അതും ശ്രദ്ധേയമാണ്. പണത്തിനപ്പുറമുള്ള സമ്പത്ത്. അതെ, അതിലും വലിയ മൂല്യങ്ങളുണ്ട്. പിന്നെ ഒരു മുന്നറിയിപ്പും തരുന്നുണ്ട്. സിസ്റ്റത്തെ തോൽപ്പിക്കാൻ നോക്കരുത്. അത് പ്രധാനാണ്. കുറുക്കുവഴികൾ തേടരുത്. ഒരു കാര്യം എങ്ങനെയാണോ ശരിക്ക് ചെയ്യേണ്ടത് ആ വഴി തന്നെ ഫോളോ ചെയ്യുക. ചിലപ്പോൾ സമയം കൂടുതൽ എടുത്തേക്കാം, പക്ഷേ ലോങ് ടേമിൽ അതാണ് നല്ലത്. ശരിയായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ദീർഘകാല വിജയത്തിന് അതാണ് അടിസ്ഥാനം. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള പ്രധാന മെസ്സേജ് എന്താണ്? ഒരു ശാക്തീകരണം തോന്നുന്നുണ്ട്. അതെ, നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് കഴിവുകളുണ്ട്. മാറ്റം സാധ്യമാണ്. വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങാം. തീർച്ചയായും. ഉറവിടം നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിർത്തുന്നുണ്ട്. അടുത്ത 5 കൊല്ലം കഴിഞ്ഞ 5 കൊല്ലം പോലെ തന്നെയാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രവൃത്തികൾ അതനുസരിച്ച് തികച്ചും വ്യത്യസ്തമാവാം. ആ മാറ്റം നമ്മൾ തെരഞ്ഞെടുക്കണം. അതെ, അത് നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ്. ഓരോ ദിവസവും അതിനൊരു അവസരമുണ്ട്. അവസാനം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനൊരു ചോദ്യം കൂടി. ഈ ഉറവിടം പലതരം സമ്പത്തുകളെ പറ്റി പറയുന്നു. പണം അതിലൊന്നു മാത്രം, ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള ഒന്നാണെന്നും പറയുന്നു. അപ്പോ ഈ സാമ്പത്തികമല്ലാത്ത വശം നോക്കിയാൽ സമ്പത്ത് എന്നത് നിങ്ങൾക്ക് വ്യക്തിപരമായി എന്താണ് അർത്ഥമാക്കുന്നത്? നല്ല ചോദ്യമാണ്. ആ ഒരു വിശാലമായ അർത്ഥത്തിലുള്ള സമ്പത്തിലേക്ക്
നിങ്ങളുടെ ഈ വ്യക്തിഗത വികസനം എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.